അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ നമ്മുടെ വീഡിയോ അറിയണത് വലിയ മുഖവരകളോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാതെ എനിക്കറിയുന്ന രീതിയിൽ എങ്ങനെ നമ്മളൊരു വീട്ടിലെങ്ങനെ പറയുക ആ രീതിക്കാട്ടെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നത്. കാരണം എൻ്റെ അനുഭവ വെളിച്ചത്തിലാണ് ഞാൻ നിങ്ങൾക്കിത് പറഞ്ഞിരുന്നത്. എനിക്ക് ഈ ഒരു അറിവ് കിട്ടിയ മുതൽ ഞാൻ എല്ലാ വർഷവും ഇത് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളും ഇത് ചെയ്യണം. ചെയ്താൽ ഫലം ഉറപ്പാണ് മക്കളെ. ഇസ്ലാമിക വർഷത്തിലെ ആദ്യ മാസം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഞാൻ പറയുന്നത് എന്നുള്ളത് അല്ലേ. അള്ളാഹു പ്രത്യേക ബഹുമതി നൽകിയ മാസം മുഹറം. പലരും അറിയാതെ കടന്നു പോകുന്ന ഈ മാസത്തിൽ ഒരു ചെറിയ അമൽ പോലും വലിയ പ്രതിഫലം എടുക്കാൻ പറ്റും നമുക്ക്. മുഹറം മാസത്തിൻ്റെ മഹത്വവും ചെയ്യേണ്ട അമലുകളും നമുക്ക് മനസ്സിലാക്കാം. ഇനിയുള്ള ഓരോ വീഡിയോസിൽ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഈ മുഹറം മാസത്തിൽ മുഹറത്തിൻ്റെ ആദ്യത്തെ ദിവസം എനിക്ക് അറിവ് കിട്ടിയ മുതൽ ഒരു 4-5-6 കൊല്ലമായിട്ട് ഞാൻ എല്ലാ മുഹറത്തിൻ്റെ ആദ്യത്തെ ദിവസം ഉണ്ടല്ലോ, ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ള ഈ മഹത്തായ വചനം, ഈ ആയത്ത് ഞാൻ ഒരു വെള്ള പേപ്പറിൽ എഴുതി വെക്കാറുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ എഴുതി വെക്കുമ്പോൾ നിയ്യത്താക്കും, റബ്ബേ ഈ മാസം എല്ലാ തടസ്സങ്ങളും നീങ്ങണം, എൻ്റെ ആഗ്രഹങ്ങൾ നിറവേറണം, ധനം വർദ്ധിക്കണം, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മാറ്റം വേണം. അങ്ങനെ ഒരുപാട് നിയ്യത്ത് വെച്ചിട്ടാണ് ഞാൻ ഈ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ള ഈ ആയത്ത് എഴുതി വെക്കാറുള്ളത്. അൽഹംദുലില്ലാ, എൻ്റെ ആഗ്രഹം ഞാൻ എഴുതി വെച്ചത്, എൻ്റെ ആഗ്രഹം, വലിയ ആഗ്രഹങ്ങളടക്കം നിറവേറിയിട്ടുണ്ട്. അത്രക്കും പവർഫുള്ളായിട്ടുള്ള ഒരു അമൽ തന്നെയാണിത്. നമ്മൾ പണ്ഡിത മഹത്തുക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്നൊരു അമലായിരുന്നു ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ള ഈ വളരെ മഹത്തായ ഈ ആയത്ത്, ഈ ദിക്ർ എന്നൊക്കെ നമുക്ക് പറയാം. അത് എഴുതി വെക്കൽ ഒരു പ്രത്യേക രീതിയിലാണ് അത് എഴുതി വെക്കുക. അങ്ങനെ ഒരു അക്ഷരം മറ്റൊരു അക്ഷരത്തുമ്മ കൂട്ടാതെ ഹർക്കത്തുകളൊന്നും ഇടാതെ ബിസ്മില്ലാഹി റഹ്മാനി റഹീം എന്നുള്ള ഈ ആയത്ത് നമ്മൾ ഒരു പേപ്പറിൽ എഴുതി വെക്കുക. ആ എഴുതി എഴുതാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മളെ സകല പ്രശ്നങ്ങളും എല്ലാ ആഗ്രഹങ്ങളും അള്ളാഹുവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ എല്ലാതും നിറവേറണം, ഈ ഒരു വർഷം നമുക്ക് ഹൈറാക്കി തരണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെ തോന്നുന്നു നല്ല നിയ്യത്തോടു കൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് അതിൽ ഫലം കിട്ടും. അപ്പോൾ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമാകാനായി ഇനി ആകെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒരു വെള്ള പേപ്പർ, ഞാൻ A4 ഷീറ്റിൽ പറ്റും, അതുപോലെ തന്നെ മക്കളെ നോട്ട് ബുക്കിൻ്റെ ആ വെള്ള പേജ് എടുത്താലൊക്കെ മതിയാവും കേട്ടോ. വേറെയുള്ളത് പറ്റൂല. ഇങ്ങനെ വേറെല്ലാത്ത നല്ല പ്ലെയിൻ ആയിട്ടുള്ള വെള്ള പേപ്പറിലാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ വൃത്തിയോട് കൂടി ഉളുവൊക്കെ എടുത്ത് നല്ല രീതിയിൽ എഴുതുക. നമ്മളെ ആഗ്രഹങ്ങളൊക്കെ മനസ്സിൽ വിചാരിച്ച് ചെയ്തോളി. എല്ലാ പ്രശ്നങ്ങൾക്കും ഇത് വളരെയധികം എഫക്റ്റീവാണ്. ധനം വർദ്ധിപ്പിക്കും, മാനസിക സമാധാനം കിട്ടും, ബർക്കത്തൊക്കെ കിട്ടും. എല്ലാത്തിലും നമ്മളൊരു പേഴ്സിലോ എവിടെയെങ്കിലും നല്ല വൃത്തിയുള്ള നല്ല സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കുക. അങ്ങനെ ഒരു വർഷമാണ് ചെയ്യേണ്ടത്. എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട് ഞാൻ ചെയ്തത്. അത് വീഡിയോയിൽ ഞാൻ വരും ദിനങ്ങളിലുള്ള വീഡിയോയിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, ഞാൻ ചെയ്ത് വെച്ച സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇത് മറക്കാതെ ഞാനിപ്പോൾ തന്നെ പറയാൻ കാരണം, ചില വീട്ടിൽ മക്കളൊന്നും ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ അവർ കയ്യിൽ വെള്ള പേപ്പറൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു നോട്ട്ബുക്ക് 10 രൂപേൻ്റെ 15 രൂപേൻ്റെ നോട്ട്ബുക്ക്, ചെറിയ ബുക്കായാലും മതി. പക്ഷേ അതിന് പേജ് പറിച്ചെടുക്കണം കേട്ടോ. ബുക്കിലായാൽ മതിയാവില്ല തോന്നുന്നു. ഞാൻ കണ്ടതിലൊക്കെ, ഞാൻ ചെയ്തതൊക്കെ ഇങ്ങനെ ഒരു പേപ്പറിൽ അങ്ങനെ എഴുതി വെക്കുകയാണ്. പിന്നെ ആ പേപ്പർ മടക്കിക്കാണ്ട് വെക്കുക കേട്ടോ ചെയ്തിരിക്കണത്.
അതുപോലെ തന്നെ A4 ഷീറ്റ് ഉണ്ടെങ്കിൽ അതിലും ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ചെയ്യണം. ചെയ്തിട്ട് ഫലം ഇനി ചിലപ്പോൾ എൻ്റെ പോലെ അങ്ങനെ ചെയ്തവർക്ക് ഫലം കിട്ടിയവർ ഈ വീഡിയോ കാണുന്നുണ്ടാവും. അവർ തീർച്ചയായിട്ടും അവരുടെ വിലപ്പെട്ട കമൻറ്റുകൾ അറിയിക്കണം. ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരും കമൻറ്റിൽ അറിയിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നമുക്കെല്ലാവർക്കും അത് ചെയ്യാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ മുഹറം മാസം നമ്മളിലേക്ക് ആഗതമാകാനായി നമുക്ക് ജനുവരി മലയാള മാസത്തിൽ ജനുവരി വരും പോലെയാണ് അറബ് മാസത്തിൽ നമുക്ക് മുഹറം മാസം വരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റം നമ്മളെ ജീവിതത്തിൽ ഞാൻ ഇനി മുതൽ എന്നും നേരത്തെ എണീക്കും, നേരത്തെ കിടക്കും, ഞാൻ ഇന്ന തെറ്റ് ചെയ്യൂല, അങ്ങനെ നമ്മളൊക്കെ ഓരോ ദിവസം ഒരുപാട് തെറ്റുകൾ ചെയ്യുന്നവരാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാൻ അങ്ങനെയൊന്നും കാട്ടൂല എന്നൊക്കെ ഉറച്ച വിശ്വാസത്തോടു കൂടി നല്ലൊരു മാസം വരവേൽക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീക്ക് നൽകട്ടെ. എല്ലാ പ്രയാസത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാക്കട്ടെ. ഉറപ്പായിട്ടും ഇങ്ങനെ ചെയ്ത് നോക്കി ഫലം കിട്ടിക്കണേ. ഞങ്ങളെ വീട്ടിലെല്ലാവരും എഴുതി വെക്കാറുണ്ട്. എല്ലാവരും പ്രത്യേകം വീട്ടിലെത്ര ആൾക്കാരുണ്ട് എല്ലാവരും പ്രത്യേകം എഴുതി വെക്കാറുണ്ട്. അല്ലാതെ ഒരു വീട്ടിൽ ഒന്നും നല്ലിട്ട് ഞങ്ങൾ ചെയ്യൽ. കാരണം എല്ലാവർക്കും വിവിധങ്ങളായ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെയാണ്. അപ്പോൾ അത് അവർക്കുള്ളത് നമ്മളെ മനസ്സിലുള്ളത് നമുക്ക് മാത്രമല്ലല്ലോ അറിയുക. അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാവരും ഓരോ വ്യക്തികളും ഓരോ പേജിൽ അങ്ങനെ എഴുതി വെക്കാറുണ്ട്. അപ്പോൾ നിങ്ങളും എഴുതി വെച്ച് നോക്കി ഉറപ്പായിട്ടും ഫലം കിട്ടും. ഈ ഒരു വർഷം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ജനുവരി ഉള്ളതുപോലെയാണ് അറബി മാസത്തിൽ മുഹറം എന്ന് പറയുന്നത്. മുഹറം തൊട്ട് ദുൽഹിജ്ജ വരെ അടുത്ത ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ വരെ നമുക്ക് എല്ലാ കാര്യങ്ങൾക്കും അത് മതിയാവും ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും എഴുതി വെക്കട്ടോ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.